താരണിയുടെയും കാളിദാസിൻ്റെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം താരണിയെക്കുറിച്ച് തന്നെയാണെന്ന് പറയാം. താരണിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പോലെ മറ്റു വാർത്തകളൊന്നും നിറയുന്നില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. ഇവരുടേത് പ്രണയവിവാഹമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ താരണിയെ മലയാളികൾ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. കാളിദാസൻ എന്നു മുതൽ അവൻ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്നും പ്രണയത്തിലാണെന്നും പറഞ്ഞുവോ ആ സമയം മുതൽ തന്നെ എല്ലാവരും താരണിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ താരണി ഇതാ മലയാള സിനിമയിലെ ഒരു താരം കൂടിയായി കഴിഞ്ഞിരിക്കുന്നു. മലയാള സിനിമയിലെ യുവതാരത്തിൻ്റെ ഭാര്യ എന്ന നിലയിൽ തന്നെ, താരപത്നി എന്ന നിലയിൽ തന്നെ താരണി എത്തിക്കഴിഞ്ഞു എന്ന് പറയാം. അതല്ലെങ്കിൽ മലയാള സിനിമയിലെ എന്നെന്നും നിൽക്കുന്ന നായകനായ ജയറാമിൻ്റെയും നായിക പാർവതിയുടെയും മരുമകൾ എന്നുകൂടി പറയാം. ഇപ്പോൾ താരണിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ഇവർ തമ്മിലുള്ള പ്രണയവാക്കുകൾ കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ്. ഇരുവരുടേതും പ്രണയവിവാഹമായതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇവരുടെ സന്തോഷ വാർത്ത. പ്രണയവിവാഹമായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ പ്രണയത്തിൽ ഇനിയും പറയാനുണ്ട്. ഇവരുടെ പ്രണയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് അത് കേൾക്കാനും. പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് ഇരുവരുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇരുവരുടെയും പ്രണയം ആദ്യം വീട്ടിൽ പറഞ്ഞത് മാളവികയാണ്. ചക്കിയാണ് പാര വച്ചത് എന്നാണ് കാളിദാസ് തന്നെ പറഞ്ഞത്. അപ്പാ അമ്മ കണ്ണൻ ഇങ്ങനെ ഒരിടത്ത് പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തതും ചക്കിയാണ്. ചക്കിക്ക് സംശയം തോന്നി. ചക്കിയാണല്ലോ ഏറ്റവും അടുപ്പമുള്ള വ്യക്തി. അതുകൊണ്ട് തന്നെ ചക്കിക്കത് വേഗം മനസ്സിലാവുകയും ചെയ്തു. അത് പറഞ്ഞ ഉടനെ തന്നെ എന്നെ അപ്പയും അമ്മയും വിളിച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കാമെന്ന് പറയുകയായിരുന്നു. അത് വളരെ പെട്ടെന്ന് നടന്ന കാര്യമാണെന്ന് പറയാം. മസനഗുഡിയിലൊരു യാത്ര. താരണിയുടെ നാട് അവിടെയാണ്. മഞ്ഞുകൂട്ടിനെത്തിയ വഴിയിലൂടെ നീങ്ങുമ്പോൾ സിനിമയിലെന്ന പോലെ ഒരു രംഗം പ്ലാൻ ചെയ്തു. മസനഗുഡിയിലെത്തുന്നു. ഞങ്ങൾ കാട്ടിൽ ട്രക്കിങ്ങിന് പോകുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിൽ മോതിരം സമ്മാനിച്ച് പ്രപ്പോസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് കാളിദാസും താരണിയും ഒരുമിച്ചത്. നിമിഷത്തിൽ ഒരു മോതിരം സമ്മാനിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഞെട്ടലായിരുന്നു. കാളിദാസ് ഈ വിഷ്വൽ മുഴിപ്പിക്കും മുൻപേ താരണി ചോദിച്ചു, ഇനി ഞാൻ പറയട്ടെ എന്ന്. ചിരിച്ചു കളിച്ചുകൊണ്ട് തന്നെ കാളിദാസ് ചോക്ലേറ്റിനേക്കാൾ മധുരത്തോടെ കാര്യങ്ങൾ പറഞ്ഞു. സെപ്റ്റംബർ 4-നായിരുന്നു വിവാഹ നിശ്ചയം. അതിന് 2 ദിവസം മുൻപായിരുന്നു ആ യാത്ര. നല്ല ഡ്രസ്സൊക്കെ ഇട്ടെടുത്തു. കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കണ്ണൻ പറഞ്ഞെങ്കിലും ആളുടെ മനസ്സിലെ തിരക്കത് മനസ്സിലായിരുന്നില്ല. കാട്ടിനുള്ളിലൂടെ നടന്ന് ഒരു ആൽമരത്തിന് താഴെ എത്തിയപ്പോൾ കണ്ണൻ പെട്ടെന്ന് നിന്നു. ഒന്നും മിണ്ടാതെ ചിരിയോടെ മോതിരം കയ്യിലിട്ട് തന്നു. ഒരു നിമിഷത്തേക്ക് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. പെട്ടെന്നാണ് പിന്നിൽ ആനയുടെ ചിഹ്നം വിളി കേട്ടത്. അതോടെ ഒരൊറ്റ ഓട്ടമായിരുന്നു എന്നാണ് കാളിദാസും താരണിയും പറയുന്നത്. മോതിരമിട്ട ശേഷം ഒരുമിച്ചുള്ള ആ ഓട്ടം യെസ് ആയി ഞാൻ കരുതിയെങ്കിലും ശരിക്കുള്ള മറുപടി കിട്ടിയത് പിന്നെയാണെന്നാണ് കാളിദാസ് പറയുന്നത്. 2 വർഷം മുൻപാണ് ഇരുവരും കാണുന്നത്. 2 വർഷം മുൻപുള്ള ഓണക്കാലത്താണ് താരണിയുമൊത്തുള്ള കുടുംബചിത്രം കാളിദാസ് ജയറാം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. ജയറാമിനും പാർവതിക്കും സഹോദരി മാളവികയ്ക്കുമൊപ്പമുള്ള സുന്ദരിക്കുട്ടി ആരാണെന്ന് എല്ലാവരും ആദ്യം മുതലേ ചോദിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ അടുത്ത ബന്ധുവോ സുഹൃത്തിൻ്റെ മകളോ ആയിരിക്കുമെന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നാലെയാണ് ഇത് കാളിദാസിൻ്റെ കുട്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. ഗോസിപ്പുകൾക്കിടെ കൊടുക്കാതെ പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മനോഹര നിമിഷങ്ങൾ കാളിദാസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഞാൻ പ്രണയത്തിലാണ്. ഇതാണ് എൻ്റെ പങ്കാളി താരണി കലിംഗരാർ. ദുബായിൽ താരണിക്കൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ കാളിദാസ് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ പ്രണയ ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സുഹൃത്തിൻ്റെ ഗെറ്റ് ടുഗെദറിൽ വെച്ചാണ് താരണിയെ ആദ്യമായി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കാണുന്നത്. അന്ന് മുതൽ തന്നെ മനസ്സിലുണ്ടായിരുന്നു, ഇനിയുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പോകുന്ന ആളെന്ന തീരുമാനത്തിലൊന്നും ഞാനില്ലായിരുന്നു. പക്ഷെ പരിചയപ്പെട്ട് 10-12 ദിവസമായപ്പോഴേക്കും രണ്ടാൾക്കും അങ്ങനെ തോന്നി തുടങ്ങി. എന്തൊക്കെയോ ഞങ്ങളുടെ ഉള്ളിൽ നടപ്പുണ്ട്. എന്തൊക്കെയോ ഞങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കണക്ഷൻ അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഞങ്ങൾ പ്രണയം തുടങ്ങിയത്. പ്രണയത്തിൻ്റെ ഓരോ പടിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. എനിക്കിഷ്ടം താരണിക്ക് എന്നോടുണ്ടാകുമോ എന്ന സംശയം എനിക്കുണ്ടായിരുന്നു. സിനിമയിലെ പോലെ ഐ ലവ് യു പറയലൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും പരസ്പരം രണ്ടാൾക്കും മനസ്സിലായി. രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ ഒരുപോലെയാണ്. അങ്ങനെയാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറയുന്നു.